ഹലോ സുഹൃത്തുക്കളെ, നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ തല്ല് പിടിക്കാറില്ലേ? ഡാ നീ എൻ്റെ പെൻസിലെടുത്താൽ ഞാൻ നിൻ്റെ ബുക്ക് കീറും എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാൽ പശ്ചിമേഷ്യയിൽ നടക്കുന്നത് അതിനേക്കാൾ വലിയ ഒരു ഒന്നൊന്നര മാസ് തല്ലുപിടി ഡയലോഗ് അടിയാണ്. ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് ഇറാന്, ഇടയിൽ കുറച്ച് ഹൂത്തികൾ, പിന്നെ കാഴ്ചക്കാരായി സൗദിയും ഇറാഖും. ചുരുക്കം പറഞ്ഞാൽ തല്ലുമണ്ണിൽ ഇപ്പോൾ ഒരു രക്ഷയുമില്ലാത്ത പൂരപ്പറമ്പ് അന്തരീക്ഷമാണ്. നമുക്ക് വിഷയത്തിലേക്ക് വരാം. കഴിഞ്ഞ ദിവസം ഇറാൻ ചാനലിലൂടെ ഒരു മുന്നറിയിപ്പ് ഇറക്കി. കണ്ണിന് കണ്ണ്, അതായത് അമേരിക്കക്കാരാ, നീ എൻ്റെ ഒരു കണ്ണ് തോണ്ടിയാൽ ഞാൻ നിൻ്റെ മറ്റേ കണ്ണും തോണ്ടിയെടുക്കും എന്ന മാസ് ഡയലോഗ് ഒക്കെ അടിച്ച് ഇറാൻ ഗെറ്റപ്പിൽ അങ്ങനെ നിൽക്കുകയായിരുന്നു. ഇത് കേട്ടതും അമേരിക്ക വെറുതെ ഇരുന്നു. അമേരിക്കൻ പ്രമുഖർ മാർക്കോ റൂബിയോ നേരെ വന്ന് മൈക്കും പിടിച്ച് ഒരു മറുപടി കൊടുത്തു. പുള്ളി പറയുക, മച്ചാനെ, നിങ്ങൾ കണ്ണ് നോക്കുമ്പോൾ ഞങ്ങൾ നിൻ്റെ തല മണ്ടയോടെ അങ്ങ് എടുക്കും. അതായത് കണ്ണിന് കണ്ണ് എന്ന പഴയ ഫോർമുലയൊക്കെ മാറ്റി കണ്ണിന് പകരം തല എന്നാക്കി ഞങ്ങളിപ്പോൾ. ഇതൊരു പുതിയ ഓഫറാണ് അമേരിക്ക ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇറാൻ പിന്നെയും വിട്ടില്ല. മറ്റ് പണിയൊന്നുമില്ലെങ്കിൽ എൻ്റെ വീട്ടുപറമ്പിലേക്ക് വാ, അവിടെ എങ്ങാനും കാലുകുത്തിയാൽ സർവ്വശക്തിയും എടുത്ത് കൈയും കാലും തല്ലിയൊടിക്കും എന്ന് പറഞ്ഞ് പ്ലക്കാർഡും പിടിച്ച് അതിർത്തിയിൽ നിൽപ്പുണ്ട്. ഇത് രണ്ടുപേരുടെയും ഡയലോഗ് അടി മാത്രമാണെന്ന് വിചാരിച്ചാൽ തെറ്റി. ബാക്ക്ഗ്രൗണ്ടിൽ ഇറാൻ ഇപ്പോൾ ഹൂതികളെ ഇളക്കി വിട്ടിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. ഹൂതികൾ പിന്നെ ചോദിച്ചതും പറഞ്ഞതും ഒന്നുമല്ല, കടലിൽ കാണുന്ന കപ്പലുകൾക്കൊക്കെ നേരെ വടിയും പിടിച്ച് ഓടുകയാണ്. ബാബൽ മന്ദബ് എന്നൊക്കെ പറയുന്നുണ്ട്. വഴികളിലൂടെ പോകുന്ന കപ്പലുകാർക്ക് ഇപ്പോൾ പെരുത്ത് പേടിയാണ്. ഇതിനിടയിൽ സൗദിയുടെ 2 കപ്പലിനും പണി കിട്ടി. അയ്യോ, സൗദിയുടെ കപ്പൽ തകർത്തു എന്ന് പറഞ്ഞ് വാർത്തകൾ വന്നതും സൗദിക്കാർ പുറത്തു വന്ന് വളരെ കൂളായി പറഞ്ഞു, തൊട്ടിട്ട് പോലുമില്ല സഖാവേ, ചെറിയൊരു പോറൽ പോലും പറ്റിയിട്ടില്ല, ഞങ്ങളിവിടെ സുരക്ഷിതരാണെന്ന്. അതായത് എറിഞ്ഞവർക്ക് കൊള്ളുകയും ചെയ്തു, എറിയപ്പെട്ടവർക്ക് പറ്റിയില്ല എന്ന് പറയുകയും വേണം. എന്നാലും ആ കപ്പൽ പാതയിലൂടെ പോകുന്നവർക്ക് ഇപ്പോഴും ഭയങ്കര പേടിയുള്ള ഒരു അവസ്ഥയിലാണ്. ഇതിനിടയിലാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. ഇറാഖിൻ്റെ പുതിയ പ്രധാനമന്ത്രി പെട്ടെന്ന് വിമാനത്തിൽ വന്നിറങ്ങുന്നു. പുള്ളിയുടെ റൂട്ട് മാപ്പ് നോക്കിയപ്പോഴാണ് രസം. മൂപ്പരെ പപ്പടം വാങ്ങാൻ പോകുന്ന വഴിക്ക് നേരെ അമേരിക്കയിൽ പോയി ബൈഡനെയും കൂട്ടി കരാറൊക്കെ ഒപ്പിട്ട് അവിടുന്ന് നേരെ സമാധാന സന്ദേശം എന്ന് പറഞ്ഞ് തൂക്കിപ്പിടിച്ച് ഇറാനിലേക്ക് വന്നിറങ്ങിയിരിക്കുന്നു. അമേരിക്കക്കാർ പുള്ളിയുടെ കയ്യിൽ സമാധാന ഫോർമുല കൊടുത്തു വിട്ടതാണോ അതോ അങ്ങോട്ട് ചെന്ന് 2 വർത്തമാനം പറ എന്ന് പറഞ്ഞ് വിട്ടതാണോ എന്ന് ആർക്കും അറിയില്ല. പുള്ളി ഇവിടെ വന്ന് സമാധാനം ഉണ്ടാക്കുമോ അതോ എരിയുന്ന തീയിൽ 2 ലിറ്റർ എണ്ണ ഒഴിച്ച് തിരിച്ചു പോകുമോ എന്ന് കണ്ടു തന്നെ അറിയണം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചർച്ചയ്ക്ക് വരാൻ അമേരിക്ക ആഗ്രഹിക്കുന്നു, ഇറാനാണെങ്കിൽ ഒളിച്ചു കളിക്കുന്നു. ഇടയിൽ കടലിൽ പോകുന്നവർക്ക് പണി കിട്ടുന്നു. എന്തായാലും പശ്ചിമേഷ്യയിലെ ഈ കണ്ണിന് പകരം തലക്കളി എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.